മനുഷ്യത്വം മരവിച്ചു പോകുന്ന വാർത്തകളാണ് ഒഡീഷയിലെ ജഗൽസിംഗ്പൂരിൽ നിന്നും പുറത്തുവരുന്നത്. വിവാഹം കഴിച്ച് സമാധാനപരമായ ഒരു ജീവിതം സ്വപ്നം കണ്ട് വീട് വിട്ടിറങ്ങിയ ഒരു 23 വയസ്സുകാരിക്ക് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ്. ഒരൊറ്റ ദിവസം 2 വ്യത്യസ്ത വ്യക്തികളിൽ അതിക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാകേണ്ടി വരികയും ഒടുവിൽ തെളിവ് നശിപ്പിക്കാനായി കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുകയും ചെയ്ത ആ പെൺകുട്ടിയുടെ വിധി ആധുനിക സമൂഹത്തിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. ഫെബ്രുവരി 22-നായിരുന്നു ഈ നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. ജഗൽസിംഗ്പൂർ സ്വദേശിയായ യുവതി തന്റെ കാമുകനുമായി ദീർഘനാളായി പ്രണയത്തിലായിരുന്നു. വിവാഹം കഴിക്കാമെന്ന ഉറച്ച വാഗ്ദാനം നൽകിയാണ് യുവാവ് അവളെ അന്ന് വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയത്. ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താമെന്നായിരുന്നു അയാൾ നൽകിയ വാഗ്ദാനം. തന്റെ ജീവിത പങ്കാളിയാകാൻ പോകുന്ന വ്യക്തിയെ പൂർണ്ണമായും വിശ്വസിച്ച ആ പെൺകുട്ടി തന്റെ വീട്ടുകാരെയും സുരക്ഷിതത്വത്തെയും ഉപേക്ഷിച്ച് അയാളുടെ കൂടെ ഇറങ്ങി തിരിച്ചു. എന്നാൽ ആ വിശ്വാസം ഒരു ചതിക്കുഴിയാണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് അധിക സമയം വേണ്ടി വന്നില്ല. ക്ഷേത്രത്തിന് പകരം വിജനമായ ഒരിടത്തേക്കാണ് കാമുകൻ അവളെ എത്തിച്ചത്. അവിടെ വെച്ച് അയാൾ അവളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു. സ്നേഹിച്ച പുരുഷനിൽ നിന്നും ഏറ്റുവാങ്ങിയ ആ ആഘാതം അവളെ ശാരീരികമായും മാനസികമായും തകർത്തു കളഞ്ഞു. ക്രൂരമായ ഈ അതിക്രമത്തിന് ശേഷം അവളെ റഹാമ ബസ് സ്റ്റാൻഡിന് സമീപം ഉപേക്ഷിച്ച് അയാൾ അവിടെ നിന്നും കടന്നു കളഞ്ഞു. താൻ വിശ്വസിച്ച വ്യക്തിയിൽ നിന്നും നേരിട്ട ക്രൂരതയിൽ തളർന്ന് ആരോടും സഹായം ചോദിക്കാനാവാതെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു ആ യുവതി. ഈ അവസ്ഥയിലാണ് രണ്ടാമത്തെ പ്രതി രംഗപ്രവേശം ചെയ്യുന്നത്. അവശയായ യുവതിയെ കണ്ട അയാൾ സഹായഹസ്തവുമായി അരികിലെത്തി. സുരക്ഷിതമായ ഒരിടത്ത് എത്തിക്കാമെന്നും ആവശ്യമായ സഹായങ്ങൾ നൽകാമെന്നും അയാൾ വാഗ്ദാനം ചെയ്തു. മാനസികമായി തകർന്നു നിന്ന ആ പെൺകുട്ടിക്ക് ആ വാഗ്ദാനം ഒരു ആശ്വാസമായിരുന്നു. എന്നാൽ ആ സഹായ വാഗ്ദാനം മറ്റൊരു ക്രൂരതയുടെ മുഖം മൂടിയായിരുന്നു. അയാൾ അവളെ തന്റെ വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അയാൾ അവളെ വീണ്ടും ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു. ഒരു പെൺകുട്ടിക്ക് ഒരു ദിവസം തന്നെ 2 വ്യക്തികളിൽ നിന്നും ഇത്തരം ഭീകരമായ അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ്. രണ്ടാമത്തെ പ്രതി പീഡനത്തിന് ശേഷം തന്റെ കുറ്റം മറയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. യുവതി പുറത്തു പറയുമോ എന്ന ഭയത്താൽ അവളെ വകവരുത്താൻ അയാൾ തീരുമാനിക്കുകയും ചെയ്തു. ആ കെട്ടിടത്തിന്റെ 4-ാം നിലയിൽ നിന്നും അവളെ താഴേക്ക് തള്ളിയിട്ടു. മാരകമായി പരിക്കേറ്റ ആ പെൺകുട്ടി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. ഒരു നിമിഷത്തെ സഹായം തേടിയുള്ള അവളുടെ യാത്ര അവസാനിച്ചത് ചോരയിൽ കുതിർന്ന നിലയിലായിരുന്നു. യുവതിയെ കാണാതായതോടെ പരിഭ്രാന്തരായ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. സഹോദരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അന്വേഷണ അടിസ്ഥാനത്തിലാണ് കെട്ടിടത്തിന് സമീപം യുവതിയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചനകളും പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വന്നത്. യുവതിയുടെ കാമുകനെയും പിന്നീട് പീഡിപ്പിച്ച വ്യക്തിയെയും പോലീസ് തിരിച്ചറിയുകയും നിലവിൽ 2 പ്രതികളും പോലീസ് കസ്റ്റഡിയിലുമാണ്. ഇവർക്കെതിരെ ബലാത്സംഗം, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ ഗൗരവകരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുമുണ്ട്. ഈ സംഭവം ഒഡീഷ നിയമസഭയിലെ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച് BJD അംഗങ്ങൾ നിയമസഭയിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. ഭരണകക്ഷിയായ BJPക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണെന്നും ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നുവെന്നും അവർ ആരോപിച്ചു. സ്ത്രീ സുരക്ഷയ്ക്കായി കർശനമായ നിയമങ്ങളും നടപടികളും വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിരിക്കുകയാണ്. ഈ സംഭവം കേവലം ഒരു ക്രൈം വാർത്തയല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിന്റെ മൂല്യച്യുതിയുടെ നേർചിത്രമാണ്. സഹായം തേടുന്നവരോടും വിശ്വസിക്കുന്നവരോടും സമൂഹം പുലർത്തുന്ന മനോഭാവം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സൈബർ ഇടങ്ങളിലും നേരിട്ടും പെൺകുട്ടികൾ നേരിടുന്ന ചതിക്കുഴികൾ വർദ്ധിച്ചു വരികയാണ്. അപരിചിതരുടെ സഹായ വാഗ്ദാനങ്ങളിൽ അമിതമായി വിശ്വസിക്കാതിരിക്കുക എന്നതാണ് ഇതിൽ ചെയ്യാവുന്നത്. അതോടൊപ്പം പ്രണയത്തിന്റെ മറവിൽ നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ച് പെൺകുട്ടികൾക്കിടയിൽ കൃത്യമായ ബോധവൽക്കരണം നൽകേണ്ടതുണ്ട്. അതിക്രമങ്ങൾ നേരിടുന്നവർക്ക് ഉടനടി സഹായം ലഭ്യമാക്കുന്ന സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണം. വിവാഹം എന്ന സുന്ദരമായ സ്വപ്നത്തിലേക്ക് കണ്ണുനട്ട ആ 23-കാരിയുടെ ദാരുണാന്ത്യം നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും സമൂഹത്തിനും ഒരു വലിയ പാഠമാണ്. പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്നും ഇനി ഒരു പെൺകുട്ടിക്കും ഇത്തരമൊരു ഗതി ഉണ്ടാകില്ലെന്നും നമുക്ക് പ്രത്യാശിക്കാം.